അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അറേബ്യൻ സ്റ്റൈലിലുള്ള ചിക്കൻ ബിരിയാണിയുമായിട്ടാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണാം. ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ ഒട്ടും എണ്ണ ഒഴിക്കുന്നില്ല എന്നുള്ളതാണ്. വെറും നെയ്യിൽ മാത്രമാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. കാണാം. ആദ്യമായി ഒരു ചെമ്പിലേക്ക് 1/2 കപ്പ് നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായതിനു ശേഷം വളരെ കനം കുറച്ച് അരിഞ്ഞ ഒരു സവാളയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് ബിരിയാണിക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് എടുക്കുന്നത്. ഇത് നന്നായി മൂക്കുമ്പോൾ കോരി മാറ്റണം. ഈ നെയ്യിലേക്ക് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ വലിയ ജീരകമാണ്. അതൊന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും അതിലേക്ക് 4 ഏലക്കായ, പിന്നെ സിനമൺ സ്റ്റിക്ക് 2 എണ്ണം, ബേ ലീഫ് 2 എണ്ണം ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത് 2 സവാളയാണ് കനം കുറഞ്ഞരിഞ്ഞത്. ഇത് ഇതിലിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ശേഷം ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. 2ഉം ഓരോ ടേബിൾ സ്പൂൺ വീതം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 2 തക്കാളിയാണ്. അത് ചെറുതാണെങ്കിൽ 2 എണ്ണം, വലുതാണെങ്കിൽ 1 എണ്ണം മതി. ചെറുതായി അരിഞ്ഞതിട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. തക്കാളി നന്നായി വഴന്നു വന്നാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിക്കനാണ്. ഏകദേശം 1.25 കിലോയോളം വരും. ഒരു ചിക്കൻ്റെ പകുതി, അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചിക്കന് ഇതിലിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ശേഷം ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5-6 മിനിറ്റ് വേവിക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അറേബ്യൻ ബിരിയാണി മസാല തയ്യാറാക്കാം. ഇതിനായി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്കായ, 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പു, 4-5 കഷ്ണം ചുക്ക്, ഡ്രൈ ലെമൺ 2 എണ്ണം, പിന്നെ കറുത്ത ഏലക്കായ 5 എണ്ണം, തക്കോലം 3 എണ്ണം, ബേ ലീഫ് 3, സിനമൺ സ്റ്റിക്ക് 3, പിന്നെ ചെറിയ ജീരകം 1 ടേബിൾ സ്പൂൺ, വലിയ ജീരകം 1 ടേബിൾ സ്പൂൺ, പിന്നെ സ്റ്റോൺ ഫ്ലവർ 3 ഇതള്, ഡ്രൈ ചില്ലി 3 എണ്ണം, പിന്നെ മുഴുവൻ മല്ലി 2 ടേബിൾ സ്പൂൺ, മുഴുവൻ കുരുമുളക് 1 ടേബിൾ സ്പൂൺ. ഇതൊക്കെ ഇട്ടതിന് ശേഷം തീ കത്തിക്കുക. ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ചൂടായതിനു ശേഷം തീ ഓഫ് ചെയ്താണ് മഞ്ഞൾപ്പൊടി ഇടേണ്ടത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. തീ ഓഫ് ചെയ്തു എന്ന് വെച്ച് ഇളക്കി കൊടുക്കാതിരിക്കരുത്, കാരണം കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കുക. അറേബ്യൻ ചിക്കൻ മസാല തയ്യാറായി കഴിഞ്ഞു. ഇതാണ് നമ്മളിവിടെ ഈ ബിരിയാണിയിലേക്ക് ചേർക്കുന്നത്. 5-6 മിനിറ്റിന് ശേഷം ചിക്കൻ വേവിക്കാൻ വെച്ച പാത്രം തുറന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് തൈരാണ്. തൈര് ചേർത്ത് പിന്നെ ഇതിലേക്കായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കും. അറബിക് മസാല 2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ. ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം ഇത് മൂടി വെച്ച് 10 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത്. പത്ത് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്കായിട്ട് 1 നാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മല്ലിച്ചപ്പും പുതിനയാണ്. ഞാനത് വിട്ടുപോയതാണ്. എന്നിട്ട് മൂടി വെക്കുക. 2 മിനിറ്റ് നേരം കൂടി വേവിച്ചെടുക്കുക. ബിരിയാണിയിലേക്കുള്ള റൈസ് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം വെക്കാം. വെള്ളം തിളക്കാൻ നേരം ഇതിലേക്കായിട്ട്
കറുത്ത ഏലക്കായാണ് 2 ഇട്ട് കൊടുക്കുന്നത്. പിന്നെ സിനമൺ സ്റ്റിക്ക് 2, പിന്നെ നല്ല ഏലക്കായ ഒരു 5, പിന്നെ തക്കോലം 1, ഗ്രാമ്പു 6, ഉപ്പ് 2 ടീസ്പൂൺ, പിന്നെ ഒരു മുറി നാരങ്ങയുടെ നീര് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വെള്ളം തിളക്കാനായിട്ട് വെക്കുക. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 30 മിനിറ്റോളം കുതിർത്ത് വെള്ളം വാരാൻ വെച്ച ഗോൾഡൻ ബസ്മതി റൈസാണ് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 3 കപ്പാണ് ഇത്. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കുക. ഒരു ചെറിയ ബൗളിലേക്ക് 2 നുള്ളു സാഫ്രോൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്ത് അവിടെ വെക്കുക, ഒരു സൈഡിൽ മാറ്റി വെക്കുക. ഇത് ചോറിൻ്റെ മുകളിൽ ലാസ്റ്റ് പിന്നെ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഇത് റൈസ് വേവായാൽ 80% വേവായാൽ നമുക്കിത് ഊറ്റി മാറ്റാം. ഇനി നമുക്ക് ചോറ് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങാം. പാത്രത്തിൻ്റെ അടിയിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഊറ്റി വെച്ച ചോറിൻ്റെ 1/3 ഭാഗം ഇട്ട് കൊടുക്കുക. അത് നന്നായി നിരപ്പാക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി റൈസ് ഇട്ട് കൊടുക്കുക. അത് നിരത്തി കൊടുത്തതിന് ശേഷം ചിക്കൻ വേവിച്ച ഗ്രേവി ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് പുതിനയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ വീണ്ടും ചോറാണ് ഇട്ട് കൊടുക്കേണ്ടത്. ചോറിൻ്റെ മുകളിലായി കുറച്ചുകൂടെ മല്ലിച്ചപ്പ് പുതിന ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. പിന്നെ സാഫ്രോൺ കുതിർത്തത് അത് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. മൂടി വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകളിൽ അലുമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അതൊന്ന് വിരിച്ചു കൊടുത്തിട്ട് മൂടി വെച്ചാൽ മതി. കാരണം തീക്കണലിട്ട് ദമ്മാവണ പോലെ ഇങ്ങനെ വെച്ചാൽ ദമ്മാവാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതിൻ്റെ മൂടി വെച്ചിട്ട് ഒരു കനം കയറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ 45 മിനിറ്റോളം വെക്കുന്നുണ്ട്. ഇത് 45 മിനിറ്റിന് ശേഷം അരമണിക്കൂറും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് തുറന്നു നോക്കുന്നത്. അപ്പോൾ റൈസ് നന്നായി വേവായിട്ടുണ്ട്. ഇനി നമ്മുടെ വീട്ടിൽ കുറച്ച് വയസ്സായവർ, നമ്മളെ വാപ്പ അമ്മ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 80% ഉള്ളത് 90% ആയതിനു ശേഷം ഊറ്റി ദം ചെയ്താൽ മതി. കാരണം 80% എന്നത് അവരെ സംബന്ധിച്ചോളം വേവാവാത്തൊരു ചോറാണ്. അപ്പോൾ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അവർക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 80%-ലല്ല 90%-ആയിട്ട് ഊറ്റിയാൽ മതി. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അങ്ങനെ അറേബ്യൻസിൻ്റെ ചിക്കൻ ബിരിയാണി നമ്മുടെ വീട്ടിലും വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.